ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെയും ഭക്തിയിലൂടെയും നമുക്ക് പ്രവേശിക്കാം ആയിരിക്കാം. 36-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആമുഖമായി ഒന്ന് വായിക്കുകയാണ്. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. തൻ്റെ അകൃത്യം കണ്ടുപിടിക്കപ്പെടുകയോ വെറുക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് അവൻ തൻ്റെ ദൃഷ്ടിയിൽ സ്വയം പ്രശംസിക്കുന്നു. അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. കൊള്ളരുതാത്ത വഴിയിലവൻ നിൽക്കുന്നു. ദോഷത്തെ വെറുക്കുന്നതുമില്ല. യഹോവേ, നിൻ്റെ ദയ ആകാശത്തോളവും നിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. 36-ാം സങ്കീർത്തനം 12 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദിവ്യ സങ്കീർത്തന ഭാഗമാണ്. 180 സങ്കീർത്തനങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വലുതും ചെറുതുമായ സങ്കീർത്തനങ്ങളുണ്ട്. അതോരോന്നും പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അരുളപ്പാടുകളും ചരിത്ര വ്യാഖ്യാനങ്ങളും വേദശാസ്ത്ര വിശകലനങ്ങളും ചില പ്രഖ്യാപനങ്ങളുമൊക്കെയാണ്. 36-ാം സങ്കീർത്തനം ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ പ്രസ്താവനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈ പ്രസ്താവനകൾ പോലും ഘട്ടം ഘട്ടമായി ഒരു ഭക്തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വളർച്ചയുടെയും പ്രാർത്ഥനയുടെയും ദിവ്യ അനുഭവങ്ങളെ സംവേദിപ്പിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ 36-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം ഭാഗം, പ്രത്യേകിച്ച് ഈ സങ്കീർത്തനവും ദാവീദിനാൽ തന്നെ വിരചിതമാണ്. പ്രവാചകനും രാജാവും പുരോഹിതനുമൊക്കെയായി വർദ്ധിച്ച ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ നേരിട്ടതും അനുഭവിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വാമൊഴിയായും വരമൊഴിയായും തലമുറയ്ക്ക് ദൈവാത്മാവിലൂടെ പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സുറിയാനിക്കാരുടെ ആരാധനയിൽ നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടിയെന്നുള്ള ഒരു പ്രസ്താവന തന്നെ നടത്തുന്നത്. അതായത് ദാവീദ് സംസാരിച്ചതുപോലും ധ്യാനിച്ചതുപോലും പ്രാർത്ഥിച്ചതുപോലും പരിശുദ്ധ റൂഹായുടെ ഒരു സാക്ഷ്യമായി, പരിശുദ്ധ റൂഹായുടെ ഒരു കിന്നരമായി ദാവീദ് വർദ്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇന്നത്തെ വേദഭാഗത്തിൽ, ഈ ധ്യാനത്തിൽ, എപ്പിസോഡിൽ ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. നമ്മുടെ കൈവശമുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം, ബൈബിൾ മ്യൂസിയം പബ്ലിഷ് ചെയ്യുന്ന ഈ വേദപുസ്തകത്തിലെ പരിഭാഷയിലാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗം ഈ രീതിയിൽ കാണുന്നത്. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള, പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ദുഷ്ടൻ്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, ആശയമൊന്നും മാറുന്നില്ല. ഒന്നുകൂടി ഈ പാപാദേശം എന്നുള്ള ആശയത്തെ ലഘുവായി സംവേദനക്ഷമമായി പങ്കുവെക്കുകയാണ്. ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. നമ്മൾ ഈ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, ജീവനുള്ള ഒരു വസ്തു സംസാരിക്കുന്നു, ഒരു മനുഷ്യൻ സംസാരിക്കുന്നു. അതാരുമാകാം, ഏത് പ്രായത്തിലുള്ളവരുമാകാം. എന്നാൽ മൃഗം സംസാരിക്കുന്നെന്നോ പരിസ്ഥിതി സംസാരിക്കുന്നെന്നോ ഒന്നും പറയുന്നില്ല. പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആഡ്ജക്റ്റീവൽ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുമ്പോൾ ഹൃദ്യമായി നമുക്ക് ചെറുതിനെയൊക്കെ തോന്നും. സങ്കീർത്തനങ്ങളുടെ ഭാഷ വ്യാഖ്യാനങ്ങൾക്കപ്പുറമാണ്, നാമവിശേഷണങ്ങൾക്കപ്പുറമാണ്. അതിൻ്റെ അപ്പുറമായ ചില തലങ്ങളുണ്ട്. അപ്പോൾ ഇതിലെ ഒരു ഭാഗമാണ് ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത്
ദൃഷ്ടിയിൽ ദൈവഭയമില്ലാത്തതും പാപത്താൽ നയിക്കപ്പെടുന്നവനുമായ ഒരു മനുഷ്യനാരോ അവനാണ് ദുഷ്ടൻ. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അവൻ്റെ ആലോചനയിൽ പാപം സംസാരിക്കുന്നുണ്ട്. പാപത്താൽ നയിക്കപ്പെടുന്നവനാണ്, പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. നമുക്ക് ദുഷ്ടനെയും നീതിമാനെയും എങ്ങനെ തിരിച്ചറിയാം? ദുഷ്ടൻ്റെ വഴി നാശകരമാകുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. പ്രവൃത്തിയിൽ നിന്ന് ദുഷ്ടനെ തിരിച്ചറിയാമെന്നും പറയുന്നുണ്ട്, ഫലത്തിൽ നിന്നും തിരിച്ചറിയാമെന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് നീതിമാൻ ദുഷ്ടനായി മാറ്റപ്പെടുന്നതും ദുഷ്ടനെ നീതീകരിക്കുന്നതുമായ ഒരു സംഹിതകളുണ്ട്. ദുഷ്ടനെ നീതിമാനെ തിരിച്ചറിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. അപ്പം ദൈവം അറിയുന്ന, ദൈവത്താൽ നയിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ അനുഭവമുള്ള വ്യക്തിത്വം ആരോ അവൻ നീതിമാനാണ്. ലോകത്തിൻ്റെ വ്യാഖ്യാനങ്ങളും ലോകത്തിൻ്റെ പ്രമാണങ്ങളും സ്വജീവിതത്തിൽ കൂട്ടിക്കലർത്തി ദൈവമില്ലാത്ത വഴിത്താരയിലൂടെ വ്യർത്ഥമായി ചലിക്കുന്നവൻ ദുഷ്ടതയിലേക്ക് പോകുകയാണ്. അവനെ നയിക്കുന്നത് അവനല്ല, പാപം അവനെ നയിക്കുന്നു. പാപം അവന് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപത്താൽ നയിക്കപ്പെടുന്നു. യഹോവ കയീനോട് പറയുന്നുണ്ട്, തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ തക്കവണ്ണം അവൻ തയ്യാറെടുത്തു. അതിന് കാരണം മറ്റൊന്നുമല്ല, താൻ അർപ്പിച്ച ബലി അതിനേക്കാൾ കൂടുതലായി ദൈവം ഹാബേലിൻ്റെ ബലിയെ സ്വീകരിച്ചു. ആ ഒരൊറ്റ കാരണമാണ്. അപ്പോൾ വരൂ സഹോദര, നമുക്ക് വെളിമ്പ്രദേശത്ത് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കായേൻ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനു മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അവനോട് സംസാരിക്കുന്നുണ്ട്. കയീനെ, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ നോട്ടം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. 34:7. അതിൻ്റെ നോട്ടം നിങ്കിലേക്കാണ്, നീ അതിനെ കീഴടക്കണം. സർവശക്തനായ ദൈവം തന്നെ കായീനോട് നേരിട്ട് പറഞ്ഞു, പാപം വാതിൽക്കൽ കിടപ്പുണ്ട് കായീനെ, അത് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിനക്കതിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയുണ്ട്, ഓജസ്സും തേജസ്സുമുണ്ട്. പക്ഷേ വാതിൽക്കൽ കിടന്ന് വാതിലിൽ മുട്ടി വിളിച്ച പാപസ്വാധീനത്തിന് വശംവദനായി പാപത്തോടൊപ്പം യാത്ര ചെയ്ത് പാപത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയ കയീൻ ഹാബേലിനെ കൊന്ന് അതിനെ കീഴ്പ്പെട്ടുപോയി. ദൈവം പറഞ്ഞത് പാപത്തെ നീ കീഴ്പ്പെടുത്തണമെന്ന്. പക്ഷേ കായേനാകട്ടെ പാപത്തിന് കീഴ്പ്പെട്ടു പോയി, പാപത്തിൻ്റെ സ്വാധീനത്തിന് വശംവദനായിപ്പോയി. അവിടെ അതാ സംഭവിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് പാപം സംസാരിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. നമുക്ക് കേൾക്കാൻ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും ഈ സ്വരം കേൾക്കാം കേട്ടോ. അതായത് നമ്മുടെ മനസ്സിലോർത്തോണം, ആന്തരിക മനുഷ്യൻ, ദൈവമനുഷ്യൻ സംസാരിക്കുന്നത് ദൈവാത്മാവിൻ്റെ സ്വരം കേൾക്കേണ്ട സ്ഥാനത്താണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ സ്വരം അമിതമായിട്ട് നമ്മൾ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ സ്വാർത്ഥതയുടെ സ്വരം, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന സ്വരം, തിന്മ ചെയ്യുവാനുള്ള താല്പര്യങ്ങൾ, വഞ്ചിക്കുവാനുള്ള താല്പര്യങ്ങൾ, അതിന് വശംവദമാകുവാനുള്ള താല്പര്യം, ഇതെല്ലാം പാപത്തിൻ്റെ സംസാരമാണ്. പാപത്തിൻ്റെ സംസാരം നമ്മൾ കേൾക്കുന്നില്ലേ പ്രിയമുള്ളവരെ? അത് നമ്മളെ എങ്ങോട്ടൊക്കെയാണ് നയിക്കുന്നത്? എന്ത് നിരാശയിലേക്കാണ് നയിക്കുന്നത്? മാതാപിതാക്കളോട്, ഗുരുജനങ്ങളോട്, സഹോദരങ്ങളോട്, പ്രിയപ്പെട്ടവരോടൊക്കെ പാപം, ദോഷം ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കർത്താവ് ക്രൂശിൽ മരിച്ചത് പാപത്തിൻ്റെ സ്വരത്തേക്കാളും ദൈവത്തിൻ്റെ സ്വരം നമ്മളെ കേൾപ്പിക്കാനാണ്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ,
ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പാപത്തിന് സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. പാപം ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഹൃദയാന്തർഭാഗത്ത് കുടിയേറിയിരിക്കുകയാണ്. കാരണം കൂടുതലായിട്ട് കേൾക്കാൻ തക്കവണ്ണം അവൻ്റെ കർണപുടങ്ങളെയും ശരീര മനസ്സാത്മാവിനെയും സ്വാധീനപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാത്താൻ്റെ സ്വാധീനത്തെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. ഭാരതീയ തത്വചിന്തയിൽ ദുഷ്ടനെക്കുറിച്ചും നീതിമാനെക്കുറിച്ചും പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. മനസ്സേകം, വജസ്സേകം, കർമ്മണ്യേകം, സദാത്മന. മനസ്സും വാക്കും പ്രവൃത്തിയും ഒരേ രീതിയിലുള്ളവൻ, അകവും പുറവും ഒരേ രീതിയിലുള്ളവൻ, ഉവ്വു ഉവ്വു എന്നും ഇല്ല ഇല്ല എന്നും പറയുന്നവൻ, അവൻ നീതിമാനാണ്. മനസ്സന്യാത്, വജസന്യാത്, കർമ്മണ്ണന്യാത്, ദുരാത്മന. മനസ്സും വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമായ രീതിയിൽ ആരുടേതാണോ അത് ദുരാത്മനാണ്, ദുഷ്ടനാണ്. അതിന് ദുഷ്ടനെ വിലയിരുത്താൻ എന്നോട് ഇഷ്ടമില്ലാത്തവരെല്ലാം ദുഷ്ടന്മാരാണെന്ന് നമ്മൾ വിലയിരുത്തരുത്. നമ്മളോട് സന്തോഷമില്ലാത്തവരെല്ലാം ദുഷ്ടന്മാരാണെന്ന് നമ്മൾ വിലയിരുത്തരുത്. നമ്മളെ സഹായിക്കാത്തവരെല്ലാം ദുഷ്ടന്മാരാണെന്ന് വിലയിരുത്തരുത്. നമ്മളെ പൊക്കാത്തവരെല്ലാം ദുഷ്ടന്മാരാണെന്ന് വിലയിരുത്തരുത്. നമ്മളെക്കുറിച്ച് നല്ലത് പറയാത്തവരും സാമ്പത്തികമായി സഹായിക്കാത്തവരും കൈത്താങ്ങ് തരാത്തവരും നമ്മളെ വിമർശിക്കുന്നവരും ശാസിക്കുന്നവരും ദുഷ്ടന്മാരാണ് നമ്മൾ കാണരുത്. പ്രിയമുള്ളവരെ, നമ്മളെ പൊക്കിപ്പറയുന്നവരും പുകഴ്ത്തുന്നവരും സാമ്പത്തികമായി സഹായിക്കുന്നവരും തോളത്ത് പൊക്കി നടക്കുന്നവരും നീതിമാനാണെന്ന് നമ്മൾ പറയരുത്. നമ്മളെ എപ്പോഴും സഹായിക്കുന്നവരും നമ്മളെ പൊക്കിപ്പറയുന്നവരും നമ്മളുടെ തെറ്റ് കണ്ടാൽ ശരിയെന്ന് പറയുന്നവരും അവർ നീതിമാന്മാരാണെന്ന് പറയരുത്. ചിലപ്പോൾ ശിഷ്ടൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമ്മളെ വിമർശിക്കുന്ന നീതിമാന്മാരുണ്ട്, കുറ്റപ്പെടുത്തുന്ന നീതിമാന്മാരുണ്ട്. നീതിമാൻ എന്നെ അടിക്കുന്നത്, ശാസിക്കുന്നത് തലയ്ക്കെണ്ണ എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നീതിമാനെ ചിലപ്പോൾ നമ്മൾ ദുഷ്ടനായിട്ട് കാണും. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ ദൂത് പറയുന്നവനെ അറിയാതാണെങ്കിലും നമ്മൾ ദുഷ്ടന്മാരെന്ന് വിലയിരുത്തും. സാത്താൻ താനും വിളിച്ച ദൂതൻ്റെ വേഷം കെട്ടി നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാത്താൻ വിളിച്ച ദൂതൻ്റെ വേഷം കെട്ടി ഭയങ്കരമായിട്ട് നടക്കും. ചിലപ്പോൾ ഭക്തനാകും. പ്രിയമുള്ളവരെ, ചിലപ്പോൾ പാപാദേശമുള്ള ദുഷ്ടൻ നീതിമാൻ്റെ വേഷം ധരിച്ച് നീതിമാൻ്റെ സംഭാഷണ ചാതുരിയോടെ വിശുദ്ധിയുടെ മറവോടെ നമ്മളെ സമീപിച്ചിരിക്കാം. ഏദൻ തോട്ടത്തിൽ ഹവ്വായെ സമീപിച്ച സാത്താൻ എത്ര നയചാതുരിയുള്ളവനായിരുന്നു, വാക്ചാതുരിയുള്ളവനായിരുന്നു. അവൻ കാണിച്ചു കൊടുത്ത പഴം കാണാൻ ഭംഗിയുള്ളത്, മണമുള്ളത്, നിറമുള്ളത്, രുചിയുള്ളതായി തോന്നി. ജഡമോഹത്തിനും കൺമോഹത്തിനും ജീവനത്തിൻ്റെ പ്രതാപത്തിനും അടിപ്പെട്ട് ഹവ്വ വീണുപോയി. ആയതുപോലെയല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർത്തോണം, ആ പാപം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടതയുള്ള ഹൃദയാന്തർഭാഗത്തെ നീതിയുടെ സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്ഥാനങ്ങളായി നമ്മൾ മാറ്റണം. നമ്മൾ ഓർത്തോണം, ദുഷ്ടനാരെന്ന് തേടി നടക്കുക എന്നുള്ളതല്ല തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ ദുഷ്ടൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ തന്നെ കാണും. നമ്മൾ ദുഷ്ടനെ തേടിയൊന്നും പോകണ്ട. നമ്മളിൽ തന്നെ ദുഷ്ടന്മാരൊത്തിരിയുണ്ട്. നമ്മൾ ഓർത്തോ, ദുഷ്ടത സംസാരിക്കുമ്പോൾ, ദുഷ്ടത ഉപദേശിക്കുമ്പോൾ, ദുരാഗ്രഹങ്ങൾ തോന്നുമ്പോൾ നമ്മൾ തന്നെ ഒരു ദുഷ്ടനായി മാറ്റപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ ഒരുപക്ഷെ ഓർത്തോ, യൂദ കർത്താവിനോടൊപ്പം പന്തിഭോജനം കഴിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനായിരുന്നു. കർത്താവിൻ്റെ നിർമ്മല മർമ്മങ്ങൾക്ക് സാക്ഷിയായവനായിരുന്നു. ഇനിയും കൂടുതൽ മർമ്മങ്ങൾക്ക് സാക്ഷിയാകേണ്ടവനായിരുന്നു. പക്ഷേ ആ യൂദായാണ് ഒരു പ്രധാനപ്പെട്ട സമയത്ത്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ
കർത്താവിനെ ചുംബനത്തിലൂടെ കാണിച്ചു കൊടുത്ത് മഹാദുഷ്ടൻ്റെ അനുഭവത്തിലേക്ക് വീണുപോയത്. ആ പോക്ക് പിന്നെയും നാശത്തിലേക്കായിരുന്നു. അവൻ വീണ്ടും ചെയ്തത് കർത്താവിനെ കാണിച്ചു കൊടുത്തവരിൽ നിന്ന് താൻ കാണിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലമായി 30 വെള്ളിക്കാശ് വാങ്ങും. താൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് അവന് തിരിച്ചറിയുന്നു. പിന്നീട് അവൻ അതുമായി തിരിച്ച് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ വരുന്നു. തെറ്റില്ലാത്ത കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു തന്നതിനാൽ പാപം ചെയ്തു പോയെന്ന് പറയുന്നു. ഈ പണം നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് പറയുന്നു. ഇത് അവസാനം അവർ തയ്യാറാകുന്നില്ല. നിന്റെ കാര്യം നീ നോക്കിക്കോ. ദുഷ്ടത പ്രവർത്തിച്ചതോരോട് ദുഷ്ടതയുടെ ആത്മാവുള്ളവർ പറയുന്ന കാര്യം ഇതാ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോ, അതിന് ഞങ്ങളെന്ത് വേണം. അവസാനം ആ പണം അവൻ എടുത്തെറിഞ്ഞ് പോയി കെട്ടിഞ്ഞാണ് ചത്തുകളയുകയാണ് ചെയ്തത്. അവരാ പണം എടുക്കുന്നു. ഓർത്തോണം, ദുഷ്ടത പ്രവർത്തിക്കുവാൻ വേണ്ടി കൊടുത്ത ദുഷ്ടതയുടെ മൂല്യം ഉള്ള മണമുള്ള നാണയത്തെ ദുഷ്ടത ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചവർ തിരിച്ചെടുക്കുന്നു. അവരുടെ കൈകളിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അവരാ നാണയമെടുത്ത് വഞ്ചിയിലിടുന്നില്ല, നേർച്ച വഞ്ചിയിലിടുന്നില്ല. അവർ പറഞ്ഞു ഇത് രക്തത്തിൻ്റെ വിലയാണ്. അപ്പോൾ അവർ കൊടുത്ത പണം ഒരു പക്ഷേ ഓർത്തോ, അവർ 30 വെള്ളിക്കാശ് യൂദായ്ക്ക് കൊടുത്തു. ഈ 30 വെള്ളിക്കാശ് ആ വഞ്ചിയിൽ ആരൊക്കെയോ പ്രാർത്ഥിക്കാൻ കൊണ്ടിട്ട പണമായിരിക്കും, ഭക്തിയോടിട്ടതായിരിക്കും, ഹൃദയം തകർന്നിട്ട പണമായിരിക്കാം. അതിൽ നിന്നെടുത്തായിരിക്കും ഈ മഹാപുരോഹിതന്മാർ യൂദായ്ക്ക് കൊടുത്തത്. പക്ഷേ നേർച്ചപ്പണം എത്ര പെട്ടെന്നാണ് പ്രിയമുള്ളവരെ രക്തത്തിൻ്റെ വിലയായിട്ട് മാറ്റപ്പെടുന്നത്. ആരോ പാവം പിടിച്ചവൻ സാധു കൊണ്ടിട്ട പണം, നേർച്ചയുടെ പണം, കണ്ണുനീരിൻ്റെ ഫലം, അതോടൊപ്പം തന്നെ വിയർപ്പിൻ്റെ മണമുള്ള പണം, അതിൻ്റെ ഉപയോഗം മാറിപ്പോയപ്പോഴത്തേക്ക് അത് രക്തവിലയായിട്ട് മാറ്റപ്പെടുകയാണ്. അത് ഇനി ഇടാൻ കൊള്ളത്തില്ല. അതാക്കിയതും ഓർത്തോണം, ആത്മീയതയ്ക്ക് ധാർമ്മികതയ്ക്ക് സംരക്ഷകരാകേണ്ടവർ നേർച്ചപ്പണത്തെ തിന്മയുടെ പണമാക്കി, രക്തത്തിൻ്റെ പണമാക്കി ഉള്ളതാക്കി തീർത്തു. അവർ വീണ്ടും അവിടെ ഇടുന്നില്ല. ഇതുകൊണ്ട് അനാഥരെ കുഴിച്ചിടുവാനൊരു നിലം വാങ്ങാം. അതിന് രക്തനിലമെന്നറിയപ്പെട്ടു. അക്കൽദാമ എന്ന് നമ്മൾ പറയത്തില്ലേ, രക്തത്തിൻ്റെ മണമുള്ള പണം കൊണ്ട് അനാഥന്മാരെ കുഴിച്ചിടുവാൻ രക്തനിലം വാങ്ങുന്നു. കർത്താവിന് യൂദാ കൊടുത്ത വില, കർത്താവിന് പരീശന്മാരും ശാസ്ത്രിമാരും കൊടുത്ത വില കേവലം 30 വെള്ളിക്കാശ്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കർത്താവിൻ്റെ രക്തത്തിനിട്ട വില യൂദാ എത്രയോ താല്പര്യത്തോടാണ് വാങ്ങിച്ചത്. കാരണം മനസ്സിൽ ദുഷ്ടത കയറിയാൽ, ദുരാത്മാവ് കയറിയാൽ അങ്ങനെ വരത്തുള്ളൂ. ആ രീതിയിൽ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്. അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറയുകയാണ്. ആ നാണയം അവൻ്റെ കയ്യെ, അവൻ്റെ മടിശീലെ പൊള്ളിക്കുകയാണ്. കർത്താവിനോടും സ്ലേഹന്മാരോടും പോയിരുന്നപ്പോൾ മടിശീല സൂക്ഷിച്ചുകൊണ്ടിരുന്ന യൂദായ്ക്ക് ഒരിക്കലും മടിശീല കനമുള്ളതായിട്ടോ ചൂടുള്ളതായിട്ടോ തോന്നിയിട്ടില്ല. അവൻ അതിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെയും സ്ലേഹന്മാരുടെയും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പണം പോലും മോഷ്ടിച്ച യൂദായ്ക്ക് കർത്താവിൻ്റെ രക്തത്തിന് വിലയിടുവാൻ മടിയുണ്ടായില്ല. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ചിന്തിച്ചോണം, അമിതമായ പണസമ്പാദനമാണോ മനസ്സ് ഉപദേശിക്കുന്നത്? മറ്റുള്ളവരെ വഞ്ചിക്കാനാണോ മനസ്സ് ഉപദേശിക്കുന്നത്? കുറ്റങ്ങൾ പറയാനാണോ മനസ്സ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഭയക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ തന്നെ ആലോചിച്ചോണം, പാപം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഹൃദയാന്തർഭാഗത്ത് പാപാദേശം ഉണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ആലോചിച്ചോണം, ഈ നന്മ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര തീവ്രതയെ തിന്മ ചെയ്യാൻ എത്ര ഉപദേശങ്ങൾ പറയുമെന്നറിയാം. ഒരുവനെ കൊല്ലാൻ, ഒരുവനെ നശിപ്പിക്കാൻ, ചതിയും വഞ്ചനയും ഉണ്ടാക്കാൻ വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ തെറ്റിദ്ധാരണയിൽ വളരുവാൻ ഒരുപാട് ആശയങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറയത്തില്ലയോ, സ്നേഹിക്കുവാൻ തക്കവണ്ണം ഒരു കാരണമെങ്കിലും ഉണ്ടെങ്കിൽ വെറുക്കുവാനും വിദ്വേഷിക്കുവാനുമുള്ള 100 കാരണങ്ങളെ നമ്മൾ മറക്കണം. കാരണം ഉപദേശം പാപത്തിൻ്റെ സ്വാധീനമുള്ളതാണെന്ന് തിരിച്ചറിയണം. വീണ്ടും ഓർത്തു, അവൻ്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല.
പാപം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പാപത്താൽ നയിക്കപ്പെടുമ്പോഴും പാപസ്വാധീനത്തിന് വശംവദനാകുമ്പോഴും ദൈവഭയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മളും നമ്മളുടെ സമൂഹവും ചില സമയത്തൊക്കെ എത്ര തെറ്റ് ചെയ്താലും നമുക്ക് പേടിയില്ല. ദൈവം കാണുന്നു എന്നുള്ളൊരു അനുഭവമില്ല. എപ്പോഴും മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ്, മനസ്സിൽ ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണം. ഇത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാതെ വരുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്, ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ്, ഒരു വലിയ നൊമ്പരമാണ്. ദൈവത്തെ ഭയമില്ലെങ്കിൽ പാപം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ ഭയമില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകും, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. തിന്മകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നും, എടാ എൻ്റെ വഴിയെല്ലാം കറക്റ്റാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഒരുപാട് അനുഭവങ്ങൾ എന്നിലുണ്ട്. ചിലപ്പോൾ നമുക്കറിയാതെ തോന്നിപ്പോകും. പ്രിയമുള്ളവരെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. മനസ്സിലൊരു ഭയമുണ്ടാകട്ടെ. ആരെങ്കിലുമൊക്കെ നമ്മൾ പേടിക്കണം പ്രിയമുള്ളവരെ. ഇത് ദൈവഭയമില്ല എന്നുള്ള കൺസെപ്റ്റ് ഓർത്തോണം. ഒന്നുകൂടി തീവ്രമായിട്ട് ചിന്തിക്കുമ്പോൾ സ്നേഹം കൊണ്ടുള്ളൊരു ഭയമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ വ്യർത്ഥതയുടെ ഭയമല്ല, ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഭയമല്ല. അതുകൊണ്ടാണ് പിതാക്കന്മാരും വേദശാസ്ത്രജ്ഞന്മാരും പറയുന്നത്, സാത്താന് ദൈവത്തെ വലിയ ഭയമാണ്. അവൻ്റെ പേടി എന്ന് പറയുന്നത് എപ്പോൾ വേണേലും ശിക്ഷ കിട്ടും, ദൈവത്തെ ആരാന്നറിയാം, ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നറിയാം, ഒരുപാട് ഭീതിയുണ്ട്. അതേസമയം മാലാഖമാർ ദൈവത്തെ ഭയക്കുന്നുണ്ട്. സാത്താൻ ഭീതി കൊണ്ട് വിറയ്ക്കുന്നുവെങ്കിൽ മാലാഖമാർ ദൈവസന്നിധിയിൽ വിറയ്ക്കുന്നത് പേടി കൊണ്ടല്ല, ഭക്തിയുടെ പൂർണ്ണത കൊണ്ടാണ്. ഭക്തിയുടെ പൂർണ്ണത കൊണ്ട് വിറയ്ക്കും, വിറങ്ങലിക്കും, നിർനിമേഷരായി നിന്നു പോകും. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലയോ, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ചിലരുടെയൊക്കെ മുൻപിൽ നമ്മൾ ഭക്തി കൊണ്ട് വിറച്ചു പോകും, സ്നേഹം കൊണ്ട് വിറച്ചു പോകും. സ്നേഹം നമ്മളെ ഓർത്തോണം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. തികഞ്ഞ സ്നേഹത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഭയം പോലും പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും വശംവദനാകും. അതുകൊണ്ട് ദുഷ്ടൻ്റെ പേടി എന്നുള്ളതിനേക്കാൾ ഉപരി ഭക്തൻ്റെ ആത്മീയതയുടെയും പൂർണ്ണതയുടേതുമായിട്ടുള്ള ഒരു തേജസ്സിൻ്റെ നിറവ് നമ്മിലുണ്ടാകണം. തൻ്റെ അകൃത്യം കണ്ടുപിടിക്കപ്പെടുകയോ വെറുക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് അവൻ തൻ്റെ ദൃഷ്ടിയിൽ സ്വയം പ്രശംസിക്കുന്നു. ദുഷ്ടനായിട്ടുള്ളവൻ്റെ അടുത്തൊരു പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ഭയത്തോട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ അകൃത്യം കണ്ടുപിടിക്കപ്പെടത്തില്ല, വെറുക്കപ്പെടുകയോ ചെയ്യുകയില്ലെന്ന് അവൻ്റെ ദൃഷ്ടിയിൽ സ്വയം പ്രശംസിക്കുന്നു. അപ്പോൾ ദുഷ്ടനൊരു പ്രശംസയുണ്ട്. അവൻ്റെ പ്രശംസയെന്ന് വെച്ചാൽ തൻ്റെ അകൃത്യം കണ്ടുപിടിക്കപ്പെടുകയില്ല, താൻ വെറുക്കപ്പെടുകയില്ല, ദൈവം അത് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയത്തില്ല, ഈ മറവ് രണ്ട് രീതിയിലാണ്. ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഹൈഡിങ് പ്ലേസ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ചില മദ്യപാനികൾ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തെറിവിളിയാണ്, മറ്റുള്ളവർ കേൾക്കുമെന്നൊന്നും അവർക്ക് ചിന്തയില്ല. നമ്മൾ ചിലപ്പോൾ സമൂഹത്തിൽ മാന്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദേഷ്യം തോന്നും, പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ തെറിവിളിക്കും ചില മനുഷ്യർ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്ന എന്തുകൊണ്ടാണ്? അയ്യോ, നാട്ടുകാർ കേൾക്കും, മറ്റുള്ളവർ കേൾക്കുമെന്നുള്ളൊരു വലിയ പേടി അവരുടെ മനസ്സിലുണ്ട്. ഈ പേടി നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അത് പതുക്കെ പറയാൻ തോന്നുന്നത്. വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, പതുക്കെ പറയടി എന്ന് പറയും. എന്തിനാണ് പതുക്കെ പറയുന്നതെന്ന് പറയുന്നത്? പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും, പക്ഷേ മറുപടി പതുക്കെ മതി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവർ കേൾക്കുമെന്നുള്ള ഒരു നാണക്കേടുണ്ട്, ഒരു മറവ് അവിടെ സൃഷ്ടിക്കുകയാണ്. അതായത് പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും, മറ്റുള്ളവർ കേൾക്കരുത്, മറ്റുള്ളവർ അറിയരുതേ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യും. ഒരു ഹൈഡിങ് പ്ലേസാണ് അവൻ മനുഷ്യൻ രൂപപ്പെടുത്തുന്നു. എന്നാൽ ഒരു കാര്യം കൂടി ചിന്തിക്കണം, മനുഷ്യനുണ്ടാക്കുന്ന മറവികൾക്കപ്പുറം, മറസ്ഥലങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സർവ്വതും മലർന്നതായി കിടക്കുന്നു, തുറന്നതായി കിടക്കുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ദൃഷ്ടിയിൽ മറവായിരിക്കുന്നതൊന്നുമില്ല. നീതിമാനെ സംബന്ധിച്ചിടത്തോളം ഓർത്തോണം, നീതിമാൻ്റെ പോക്ക് എപ്പോഴും പ്രകാശത്തില്ല, വെളിച്ചത്തില്ല. അവൻ നമ്മൾ തന്നെ ആലോചിച്ചോ, നമ്മൾ പലപ്പോഴും പലയിടത്തും പോകുമ്പോൾ നമുക്ക് പേടിയാണ്. ഇന്ന് മനുഷ്യന് പേടി എപ്പോഴും എന്താണെന്നറിയാമോ? ദൈവത്തെ ഭയമല്ല, മേളിലിരിക്കുന്നവനെ പേടിയില്ല, പക്ഷേ മേളിലിരിക്കുന്ന മറ്റൊരുത്തനെ പേടിയുണ്ട്. അത് CCTV-യാണ്, ക്യാമറയാണ്. ഇതിനെ പേടിയാണ്. ക്യാമറയെ പേടിക്കുന്ന ലോകമാണ്. പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ലേ, പലയിടത്തും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെ മാലിന്യം ഇടരുത്,
ഇവിടെ നിങ്ങൾ CCTV സർവേലൻസിലാണ്. അപ്പം ഒരുപക്ഷെ ഉണ്ടേലും ഇല്ലേലും അങ്ങനെ എഴുതി വെച്ചേക്കുക, വർക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി കഴിഞ്ഞാൽ റോഡിൽ ഒരുപാട് ക്യാമറകളുണ്ട്, അതായത് സ്പീഡ് ചെക്കേഴ്സ് ഉണ്ട്. ഇതിൽ എത്ര എണ്ണം വർക്ക് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല, വർക്ക് ചെയ്യുന്നു അറിയത്തില്ല. ചിലപ്പോൾ ചില ക്യാമറകൾ നമ്മൾ പിടിക്കപ്പെടുന്നുണ്ട്. എങ്കിലും പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണ്, കേരളത്തിൽ ഒന്നും വർക്ക് ചെയ്തില്ലേലും ക്യാമറകൾ വർക്ക് ചെയ്യുമെന്ന്, അത് കൃത്യമായി നോക്കുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്ത്, ഒരു ഹൈഡിങ് പ്ലേസ് മനുഷ്യൻ എപ്പോഴും ക്രമീകരിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ മുൻപിൽ അവൻ വളരെ സേഫാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഹൈഡിങ് പ്ലേസിൽ, മറവി സ്ഥലത്ത് ഞാൻ സുരക്ഷിതനാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ലോകം ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറയെ, CCTVയെ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ CCTVയെക്കാളും ക്യാമറകളെക്കാളും എത്രയോ ഇരട്ടി ശക്തിയുള്ള, എത്രയോ മെമ്മറിയുള്ള, എത്രയോ കാര്യങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുള്ള തമ്പുരാൻ്റെ ഒരു CCTV, തമ്പുരാൻ്റെ ഒരു കണ്ണ്, അത് നമ്മൾ മറക്കാതെ പോകരുത്. ദുഷ്ടൻ ആവർത്തിച്ച് പറയുകയാണ്, അയ്യോ ദൈവം അത് കാണത്തില്ല, ദൈവം അത് കേൾക്കത്തില്ല. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ആലോചിച്ചു, നിങ്ങളോ ഞാനോ എത്ര നന്മകൾ ചെയ്യാവുന്നിടത്തോളം ചെയ്തോ, ആരും കാണണമെന്നില്ല. ഒരു ക്യാമറയും കാണണ്ട. ക്യാമറയെ പേടിക്കാതെ, മനുഷ്യൻ്റെ ആരെങ്കിലും കാണുമോ എന്ന് നോക്കാതെ, ഭൗതിക സുഖങ്ങൾ നോക്കാതെ കഴിയുന്നിടത്തോളം നന്മ ചെയ്യുക. അപ്പോൾ ദുഷ്ടതയിൽ നിന്ന് നന്മയിലേക്കുള്ളൊരു വഴിത്താരിയാകും. അതേസമയം ഏത് തിന്മ ചെയ്യുമ്പോഴും മനസ്സിലൊരു പേടിയുണ്ടായിരിക്കണം. ദൈവമേ, ഇത് ആരൊക്കെയോ കാണുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോഴും ചിന്തിച്ചോണം. ഒരു മെസ്സേജ് അയക്കുമ്പോൾ, എത്രയോ പേരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നു, ഒരു മെസ്സേജ് അയക്കുമ്പോഴും ചിന്തിച്ചോണം, ഇത് ഞാൻ ലോകത്തിനാണ് അയക്കുന്നത്, പ്രൈവറ്റായിട്ടല്ല. ലോകം കാണും. ഞാനൊരു കാഴ്ച കണ്ടാൽ അത് ലോകം അറിയും. ആ ഒരു ചിന്ത മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണം. വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഹൃദയാന്തർഭാഗത്ത് പാപം നിയന്ത്രിക്കുന്ന അനുഭവമല്ല, പാപം സംസാരിക്കുന്ന അനുഭവമല്ല, പാപത്തെ നിശബ്ദമാക്കി ദൈവം സംസാരിക്കട്ടെ, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കട്ടെ. ആത്മീയതയുടേതായിട്ടുള്ള നൽവചനങ്ങൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉയരട്ടെ. ദൈവത്തിൻ്റെ സ്തുതിസ്തോത്രങ്ങൾ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഉയരട്ടെ. ആരും കാണുന്നില്ല എന്നുള്ളതല്ല, എൻ്റെ ദൈവം എന്നെ കാണും, എൻ്റെ ദൈവം എന്നെ അറിയും. ആ ചിന്ത കൂടുതലായി സമർപ്പണ ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.